ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ലാപ്ടോപ്സിനൊന്നും പുതിയത് നമ്മൾ വാങ്ങുന്നതിന് CD ഡ്രൈവ് വരാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അതിലൊക്കെ നമുക്ക് വിൻഡോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി USB ബൂട്ടബിൾ ആക്കി എടുത്തിട്ടാണ് നമ്മൾ അതിൽ വിൻഡോസ് സാധാരണ ചെയ്യാറ്. അപ്പോൾ നമുക്ക് ചില സിറ്റുവേഷനിൽ നമ്മുടെ അടുത്ത് ബൂട്ടബിളാക്കുള്ള സോഫ്റ്റ്വെയർസ് ഇല്ലാത്ത സിറ്റുവേഷൻ വരിക, നെറ്റ് ഇല്ലാത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ അടുത്ത് നോർമലി വിൻഡോസിൻ്റെ iOS ഫയലോ അതോ RAR ഫയലോ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് നമ്മളെ USB ബൂട്ടബിളാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ എനിക്ക് കാണിച്ചു പോകുന്നത്. നമ്മുടെ നോർമൽ വിൻഡോസിൽ തന്നെ നമുക്ക് അതിനുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ കുറച്ച് കമാൻഡ്സുകൾ നമ്മൾ ഓർമ്മ വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കുറച്ച് സ്റ്റെപ്സാണ്. ഒരു 8-9 കമാൻഡ്സാണ് അതിന് വരുന്നത്. അത് നമ്മൾ ചെറിയ കമാൻഡ്സ് നമ്മൾ ഓർമ്മയിൽ വെച്ചാൽ നമുക്ക് അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാർട്ട് എടുക്കുക. നമ്മൾ സ്റ്റാർട്ടിൽ നമ്മൾ CMD എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് കാണാം. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൽ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതല്ലാതെ നമുക്ക് കീബോർഡ് എടുത്തിട്ട് കീബോർഡിൽ നമ്മളെ വിൻഡോ കീ വരുന്നുണ്ട്. വിൻഡോ കീ അതുപോലെ തന്നെ +R ലെറ്റർ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ നമുക്ക് റണ്ണ് ഓപ്പണായി വരുന്നതാണ്. ഇതിൽ നമ്മൾ ഇതുപോലെ CMD എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ CMD കൊടുത്ത് എൻ്റർ ചെയ്താൽ കമാൻഡ് പ്രോംപ്റ്റ് വരും. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ട കമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് പാർട്ട് എന്ന് നമ്മൾ സ്പേസ് ഇല്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ വരും. ഇതിൽ നമ്മൾ യെസ് എന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം. അങ്ങനെ യെസ് കൊടുത്താൽ നമുക്ക് ഒരു വിൻഡോ തുറന്നു വരും, അടുത്ത വിൻഡോ. ഈ വിൻഡോയിൽ നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് ലിസ്റ്റ് ഡിസ്ക് എന്ന് സ്പേസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത സ്റ്റോറേജ് ഡിവൈസ് ഏതൊക്കെയാണ് അതെല്ലാം നമുക്ക് ലിസ്റ്റായിട്ട് കാണിച്ചു തരുന്നതാണ്. നമ്മൾ ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുമ്പോൾ USB കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് USB കണക്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ലിസ്റ്റ് ഡിസ്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ലിസ്റ്റിൽ രണ്ടാമത് വരുന്നതാണ്. എന്നതിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ ഡിസ്ക് 1 എന്നാണ് 14 GB നമ്മുടെ USBൻ്റെ നെയിം. അപ്പോൾ നമ്മൾ അടിയിൽ കൊടുക്കേണ്ട കമാൻഡ് എന്ന് വെച്ചാൽ സെലക്ട് ഡിസ്ക് 1, നമ്മളവിടെ എന്താണോ ഉള്ളത് അതുപോലെ തന്നെ സെലക്ട് ഡിസ്ക് 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് സ്പെല്ലിംഗ് ഒന്നും മിസ്റ്റേക്ക് വരാൻ പാടില്ല. എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡിസ്ക് 1 സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് ക്ലീൻ ചെയ്യണം. ഈ ഡിസ്ക് മൊത്തം ക്ലീൻ ചെയ്തെടുക്കണം. നമുക്ക് ഇത് പാർട്ടീഷൻ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ എന്ന് അടിച്ചതിന് ശേഷം നമ്മൾ എൻ്റർ അടിച്ചാൽ അത് ക്ലീൻ ആയിട്ടുണ്ടാവും. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്കിത് പുതിയ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് പാർട്ടീഷൻ പ്രൈമറി എന്നുള്ള കമാൻഡ് നമ്മൾ അടിച്ചു കൊടുക്കുക. ക്രിയേറ്റ് പാർട്ടീഷൻ പ്രൈമറി. ഈ കമാൻഡൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ കമാൻഡ് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ എൻ്റർ കൊടുക്കുക. നമ്മൾ നോർമലി കമാൻഡ് കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുന്നാൽ എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്താൽ പുതിയ പാർട്ടീഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് വരും. എന്നിട്ട് കൊടുക്കേണ്ട കമാൻഡ് എന്ന് വെച്ചാൽ ഫോർമാറ്റ് FS = NTFS എന്നടിച്ചിട്ട് എൻ്റർ അടിച്ചാലും ആവും. അത് നല്ല ടൈമിങ്ങിലായിരിക്കും ഫോർമാറ്റ് ആവുക. നമ്മൾ ഫോർമാറ്റ് FS = NTFS ക്യുക്ക് എന്ന് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ചെറിയ ടൈം കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ആയി കിട്ടും. ഇപ്പോൾ ഇത് എൻ്റർ കൊടുത്ത് 0%, 100% കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് ഫോർമാറ്റ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർമാറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ USB NTFS ഡിവൈസ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇനി നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആക്റ്റീവ് ചെയ്യണം നമ്മൾ USB. അപ്പോൾ ആക്റ്റീവ് എന്ന് കമാൻഡ് കൊടുക്കുക. ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കേണ്ട കമാൻഡ് എന്ന് വെച്ചാൽ എക്സിറ്റ്. നമ്മൾ ഈ മോഡ് നമുക്ക് എക്സിറ്റ് ആവണം. അങ്ങനെ എക്സിറ്റ് കമാൻഡ് കൊടുത്ത് എൻ്റർ അടിച്ചാൽ അവിടെ നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റും. ഈ USB ഇപ്പോൾ നമുക്ക് ബൂട്ടബിൾ USB ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും വിൻഡോസിൻ്റെ RAR ഫയൽ അതുപോലെ തന്നെ ഇമേജ് IMG ഫയലൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഈ USB കോപ്പി ചെയ്ത് വെച്ചാൽ നമുക്ക് ആ USB ബൂട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കോപ്പി ചെയ്തതിന് ശേഷം USB റിമൂവ് ആക്കിയിട്ട് ഒന്നും കൂടി കണക്ട് ചെയ്താൽ നമുക്ക് USBൻ്റെ ഐക്കണൊക്കെ ചേഞ്ച് ആകും, നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇതിൻ്റെ മുമ്പ് ഇതുപോലെ കോപ്പി ചെയ്ത് ഒത്തിരി USB കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഐക്കണിൽ എന്ത് ഡിഫറൻസ് ആണ് നമുക്ക് വരുന്നത് എന്നുള്ളത്.
ഇതുപോലെ വിൻഡോസിൻ്റെ ഐക്കണിൽ നമുക്ക് USB-യിൽ നമുക്ക് കോപ്പി ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം റിമൂവ് ചെയ്ത് കണക്ട് ചെയ്താൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഐക്കൺസ് വരിക.